ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്ന് ഞാൻ ടൈം ടേബിൾ ഹയർ സെക്കൻഡറി ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. അതുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പം ഇതൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആദ്യം 21 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 24 ആയിട്ടുണ്ട്. അപ്പം സത്യത്തിൽ ഇതെന്ന് പറയുമ്പോൾ ഒരു വലിയ പണിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം 21 ആയിരുന്ന സമയത്ത് നമുക്കറിയാം അതിന് പബ്ലിക് എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിന് മുമ്പായിട്ടാണ് നമുക്ക് മോഡൽ എക്സാം നടത്തുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ദിവസങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പബ്ലിക് എക്സാമിന് പഠിപ്പിക്കുക അതിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത കുറച്ച് പോർഷൻസ് തീർക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ടൈം ടേബിളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ്സ് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തപ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പബ്ലിഷ് ചെയ്ത സമയത്ത് സത്യത്തിൽ ഒരു 3 ദിവസം കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുമായിരുന്നു പഠിക്കാനായിട്ട്. ഇത് വന്ന സമയത്ത് 24 തീയതിയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പം 3 ദിവസം അവിടെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡേയ്സിൽ മോഡലിന് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണല്ലോ മെയിൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മോഡലിനാണെങ്കിൽ നമുക്ക് പോർഷൻസ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യില്ല. അപ്പം നമുക്കിപ്പം ചാപ്റ്റേഴ്സിനോട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലേ നന്നിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു ഒരു കാര്യം ഇതിൽ സംഭവിക്കത്തില്ല. അതാണ് ഈ ഒരു ടൈം ടേബിളിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. കാരണം എക്സാം ടൈം ടേബിൾ ഇങ്ങനെ അയക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഒരു ടൈം ടേബിളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കും ഇങ്ങനെയാണ് തോന്നിയതെന്ന് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.